നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരും അൻവറും നിലമ്പൂരിലെ CPM-ന്റെ സ്ഥാനാർത്ഥിയും BJP-യുടെ സ്ഥാനാർത്ഥിയും ഒക്കെയാണ്. ഏതായാലും CPM-ന് സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. നിലമ്പൂരുകാരനായ M. സ്വരാജ് തന്നെ അവിടെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യം കളത്തിലിറങ്ങിയ PV അൻവർ ഈ നേരം വരെ എന്ത് ചെയ്യുമെന്ന് ആശയക്കുഴപ്പത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ PV അൻവർ പറയുന്നു തനിക്ക് മത്സരിക്കാൻ കാശില്ല, 3 നേരം ഷർട്ട് മാറി മാറി ഇട്ടിരുന്ന തനിക്ക് 2 ഷർട്ട് തേച്ചെടുക്കാനുള്ള ശേഷി പോലുമില്ല, അതുകൊണ്ട് മത്സരിക്കാൻ പണമില്ല എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും നേരത്തെ വലിയ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന അൻവറിന് ആ അൻവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അത് അൻവർ ഇപ്പോൾ പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. UDF-ലേക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അൻവർ ഇപ്പോൾ ഒരു കരിയാപ്പല പോലെ ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാലത്ത് പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്നിരുന്ന അൻവർ പിണറായി വിജയനോട് യുദ്ധം പ്രഖ്യാപിച്ച് CPM-ൽ നിന്ന് പുറത്തിറങ്ങി പലരോടും യുദ്ധം പ്രഖ്യാപിച്ച് ഒരു തെരുവ് ഗുണ്ടയെ പോലെ റോഡിലിരുന്ന് വെല്ലുവിളിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അൻവർ പോയ വഴി ശരിയായില്ല എന്ന് മാത്രമല്ല, സമ്മർദ്ദതന്ത്രമാകാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അൻവറിന് മുമ്പിലുള്ള ഏക പോംവഴി UDF സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അൻവറിന് ഏതെങ്കിലും തരത്തിൽ ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പ്രാതിനിധ്യം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനാവും. പക്ഷെ BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നോ ഇല്ലയോ എന്ന് ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. BDJS-നോട് ആ സീറ്റ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും BDJS തീരെ താല്പര്യം കാണുന്നില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP-യുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നത് ഏറ്റവും നിർണായക കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും BJP-യുടെ വോട്ടുകൾ സ്വരാജിലേക്ക് പോകില്ല എന്ന് നമുക്ക് എവർക്കും അറിയാം. കാരണം സ്വരാജ് അത്തരത്തിലുള്ള ഈ സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിലുള്ളവർ പരസ്പരം ഒരു ബഹുമാനമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോഴും സ്വരാജ് അത്തരത്തിലുള്ള ഒരാളല്ല. ഏതാണ്ട് പിണറായി വിജയന്റെ അതേ ശരീരഭാഷ ജനിപ്പിക്കുന്ന, അതേ ഹൂങ്ക് ജനിപ്പിക്കുന്ന, താനെന്തോ മഹാസംഭവമാണെന്ന് വിശ്വസിക്കുന്ന യുവതലമുറയിലെ പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാളാണ് സ്വരാജ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും വിവാദങ്ങൾ ഉണ്ടാക്കുകയും സ്വരാജ് ചില ഘട്ടങ്ങളിലെങ്കിലും ചില വിഭാഗങ്ങളെ സോപ്പിടാൻ വേണ്ടി പറയുന്ന പ്രസ്താവനകളുമൊക്കെ സംഘപരിവാറിനെ പലപ്പോഴും ഹേർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ഒരു കാരണവശാലും സംഘപരിവാറിന്റെ വോട്ടുകൾ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് ഇനി അഥവാ BJP-യുടെ വോട്ടുകൾ, BJP-ക്ക് ചെയ്യപ്പെടുന്ന വോട്ടുകൾ ഒക്കെ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ കാരണങ്ങൾക്കപ്പുറം സ്വരാജ് എന്ന വ്യക്തി, ആ വ്യക്തിയെ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നതും നിർണായക ശക്തിയായി മാറുകയും ചെയ്യും. അയ്യപ്പ വിശ്വാസികളെ അടക്കം പ്രകോപിപ്പിച്ചത് വലിയ രീതിയിൽ സ്വരാജിന് ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃപ്പൂണിത്തറയിലും അതുതന്നെയാണ് കണ്ടത്, അത് നിലമ്പൂരിലും ആവർത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിനെ പോലെ ഒരാളെ കളത്തിലിറക്കിയെങ്കിലും സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ പിണറായി വിജയൻ നടത്തുന്നതെന്ന് തോന്നൽ നമുക്കുണ്ടാവും. കാരണം ഇപ്പോൾ CPM-ൽ 2 വിരുദ്ധ ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, പിണറായി വിജയനും മരുമകനും അടങ്ങുന്ന ടീമാണെങ്കിൽ യുവ നേതൃനിര എല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. പിണറായി വിജയന്റെ മരുമകൻ റിയാസിന്റെ കാര്യത്തിൽ യുവ നേതൃനിരയ്ക്ക് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അതിലെതിരഭിപ്രായമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ തീർച്ചയാണ് സ്വരാജ് അതിലെതിരഭിപ്രായമായി നിൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയനോട് എതിരിടുന്ന രീതിയിൽ അല്ലെങ്കിൽ എതിരിടാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെന്ന് ശരീരഭാഷ ജനിപ്പിക്കുന്ന, പിണറായിയുടെ അതേ രീതിയിൽ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ നീങ്ങുന്ന രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പിണറായി വിജയൻ സ്വരാജിനെ നിലമ്പൂരിൽ നിർത്തിയത് തന്നെ സ്വരാജിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിച്ചാൽ പോലും അതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു നേതാക്കന്മാരും മുഹമ്മദ് റിയാസിന് മുൻപിൽ പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ എന്ന അമ്മായി അച്ഛനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയമോ രാഷ്ട്രീയ നേതാക്കളോ ഒന്നും മുന്നിലില്ല. തൻ്റെ മകളുടെ സംശുദ്ധമായ ഭാവിക്കും തൻ്റെ മകളുടെ ഭർത്താവിനെ മുഖ്യമന്ത്രിയാക്കി അവരോധിക്കാനും വലിയ നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവരാനുമൊക്കെ പിണറായി വിജയൻ എടുക്കുന്ന എഫേർട്ട് ചില്ലറയല്ല എന്ന് നമുക്ക് ഇവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ സ്വരാജിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ രണ്ടാമത്തെ തോൽവി കൂടി സ്വരാജിന് ഉണ്ടായേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ
ഇത്രയും നാൾ മറ്റ് സ്ഥാനാർത്ഥികളെ ഒന്നും പരിഗണിക്കാതെ സ്വരാജിനെ നിലമ്പൂരിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ എത്തിച്ചതെന്ന് പറയുമ്പോഴും ശക്തനായ സ്ഥാനാർത്ഥിയെ വീഴ്ത്താനാണോ നിലമ്പൂരിലേക്ക് എത്തിയെന്ന സംശയം കൂടി ബാക്കിയാവുകയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അൻവറിന്റെ നിലപാടുകൾ ഒക്കെ ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റോറിയായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി യഥാതഥമായി നമുക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു വിവരങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ.